ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം അല്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് എ പൗൾട്രി ഫാം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ മീറ്ററിൻ്റെ ടെസ്റ്റ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ വണ്ടിയൊന്നും എടുത്തില്ല. മഴ കാരണം വണ്ടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങില്ല. പിന്നെ പനി പിടിച്ച് കിടപ്പിലായതുകൊണ്ട് ഒട്ടും ഇറങ്ങില്ല. അപ്പോൾ ഇന്നലെ മീറ്ററിൻ്റെ ടെസ്റ്റിന് പോയപ്പോൾ എന്നെ ചതിച്ചു. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര ചതിയാണ് തന്ന വണ്ടി. വണ്ടീനെ പറ്റിയൊന്നും പറയില്ല. വണ്ടി ഞാൻ ഇതുവരെയായിട്ടും ചതിച്ചിട്ടൊന്നുമില്ല, ഒരു വണ്ടിയും ചതിച്ചിട്ടില്ല. പക്ഷേ മീറ്റർ ഇന്നലെ എന്നെ ചതിച്ചു. എൻ്റെ ഇന്നലത്തെ ടെസ്റ്റും മുടങ്ങിപ്പോയി. ഇല്ല, നിങ്ങൾ വണ്ടി അവിടെ കിടക്കണ്ടാവും. വണ്ടി ഞാൻ എന്തെങ്കിലും ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. വെയിൽ കൊണ്ട് കിടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്നു. പിന്നെ അതുമല്ല, ചുമയൊന്നും മാറിയിട്ടില്ലല്ലോ. പിന്നെ പനി കുറഞ്ഞു, അല്ല, ചുമയൊന്നും മാറിയിട്ടില്ല. പിന്നെ നീർക്കെട്ടാ. ഇതൊക്കെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുക? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ അർജൻറ്റാന്ന് പറയുന്ന കേസുകൾ മാത്രമാണ് ഞാൻ പോകുന്നുള്ളൂ. പക്ഷേ ദുരന്തം ഇന്നലെ ഭയങ്കര ചതിയ തന്നു. കാണിച്ചു തരാം ആ ദുരന്തത്തിന്. ഈ സാധനം, വണ്ടീനെ ഞാൻ കുറ്റം പറയില്ല, ഈ മീറ്ററിനെയും പറയും. ഇന്നലെ രാവിലെ 8:30 ടെസ്റ്റ് വന്ന ഞാൻ ഇവിടുന്ന് 7:15 പോയതാണ്. രാവിലെ 7:15 ഞാൻ ഇവിടുന്ന് അച്ഛനെ കൊണ്ട് പോകുമ്പോൾ മീറ്റർ ഓൺ ചെയ്തു. കണ്ടോ, 1.2 വരെ കിലോമീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. നിങ്ങളിപ്പോൾ കാണാൻ ഇതൊന്നും നോക്കണ്ട, അത് ഞാൻ ഇന്ന് ഓടിയതാണ്. റീസെറ്റൊക്കെ ചെയ്തിട്ട് ഓടിയ കിലോമീറ്റർ 3.5 ഇന്നലത്തെ കാര്യമാണ് പറയണത്. അത് 1.2 ചെന്ന് കഴിഞ്ഞപ്പോൾ കിലോമീറ്റർ അവിടെ നിന്നുപോയി. പിന്നെ ഫുൾ വെയിറ്റിംഗ് ആയിരുന്നു ഇവിടുന്ന് അച്ഛനെ കൊണ്ടുവരുന്ന ജംഗ്ഷൻ വരെ. അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ മീറ്ററിൻ്റെ വയറൊക്കെ പിടിച്ച് കുലുക്കി പറിച്ച് ഇളക്കി എടുത്തൊക്കെ ഞാൻ ഓക്കെ ആക്കി എടുത്തു. ആ ശരിയാക്കിയ പ്ലേസ് മുതൽ വീട് വരെ 1.5 കിലോമീറ്റർ അത് കറക്റ്റായിട്ട് വന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് വീട്ടിൽ ഇതുപോലെ വണ്ടി കയറ്റി വിട്ടു. ഒരു 7:30 ആയപ്പോൾ അഖിലിനെയും വിളിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മീറ്റർ വർക്കാവുന്നില്ല. ഞാൻ പോണ വഴി തൊട്ട് ഞാൻ മീറ്ററിൻ്റെ വയർ ഇളക്കും പറക്കും തിരിക്കും ഒക്കെ ചെയ്തു. എന്നിട്ടും ഒരു എന്താ പറയുക, മാറ്റവും കണ്ടില്ല. ഇവിടെ നിന്ന് അഖിലിൻ്റെ വീട് വരെ അങ്ങോട്ട് 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അവിടം വരെ എൻ്റെ വണ്ടി ഓടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിങ്ങിലാണ്. അതായത് ഇപ്പോൾ നിങ്ങളെ വേണമെങ്കിൽ കാണിച്ചു തരാം. വണ്ടി ഓടാത്തതുകൊണ്ട് കിലോമീറ്റർ ഓടില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ വെയിറ്റിംഗ് ഓടുന്നത് കാണിച്ചു തരാനോ. ഉണ്ടോ, ഇപ്പോൾ നോക്കിക്കോട്ടെ, ഇപ്പോൾ വെയിറ്റിംഗ് ഒക്കെ വർക്കാവും. ഇതുപോലെയാണ് ഞാൻ അഖിലിൻ്റെ വീട് വരെ പോകുമ്പോൾ ഇരുന്നത്. എന്നിട്ട് ഞാൻ അഖിലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പണി കിട്ടി, ഇന്ന് മിക്കവാറും മീറ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇന്നാൾ മീറ്ററിനെ പറ്റി ഒരു വീഡിയോ ഇട്ടില്ലേ, മീറ്ററിനെ പറ്റിയല്ല, മീറ്റർ ഇങ്ങനെ പണി തരുന്നതിനെ പറ്റി. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ വെയിറ്റിങ്ങും എല്ലാം കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ പിടിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതെ പോയത്. ഇതിങ്ങനെ ഇരുന്ന് അതിൻ്റെ സമയം അത് വെയിറ്റിംഗ് ഒക്കെ ഓടിക്കോളും, അത് വിഷയമല്ല. കിലോമീറ്റർ കാണിക്കണമെങ്കിൽ വണ്ടി ഓടിയാലാണ് കിലോമീറ്റർ കാണുള്ളൂ. കണ്ടോ, ഇപ്പോൾ 0.1 ഒക്കെ വന്നത്. അങ്ങനെ എന്തോ ഒരു നേരം വെയിറ്റിംഗ് ഇരിക്കും. അങ്ങനെ പോയി പൈസയൊക്കെ അങ്ങോട്ട് മാറിക്കോളും. നമുക്ക് കിലോമീറ്ററിൻ്റെ പൈസ അറിയണമെങ്കിൽ കിലോമീറ്റർ തന്നെ ഓടണമെന്നല്ലോ. വണ്ടി ഓടുന്ന സമയത്ത് ഈ ഒന്നിൻ്റെ ഇപ്പുറമായിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് വർക്കായാലാണ് വണ്ടിയുടെ കിലോമീറ്റർ വർക്ക് ചെയ്യുകയുള്ളൂ. അതാണ് എനിക്ക് നല്ല പണിയെന്ന്. ഞാനിവിടെ നിന്ന് പോണ വഴിക്ക് എനിക്ക് വേറൊരു നല്ല ഓട്ടം കിട്ടിയതാണ്. മീറ്റർ ടെസ്റ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഓട്ടം വേണ്ടാന്ന് വെച്ച് അഖിലിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് മീറ്ററിന് ഒരു മാറ്റമില്ല, വെയിറ്റിംഗൊന്നും അനക്കമില്ല. കിലോമീറ്റർ ആണെങ്കിൽ ചത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്നു. അവസാനം ഞാൻ അവനോട് പറഞ്ഞു, മിക്കവാറും നമ്മൾ പെരുമ്പാവൂർ ഫുൾ തെണ്ടി തിരിയേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ 30 പൈസയിലും വെച്ച് കിലോമീറ്റർ താഴെ സെറ്റാക്കി വെച്ച് പെരുമ്പാവൂർക്ക് പോയി. ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ചെല്ലുമ്പോഴും വെയിറ്റിംഗ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ, കിലോമീറ്റർ അനങ്ങുന്നില്ല. അവിടെ ചെന്ന് അടിയിലെ ക്ലിപ്പൊക്കെ മാറ്റി ജോയിൻ്റൊക്കെ അടിച്ച് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു റൗണ്ട് ഓടിച്ച് നോക്കുക, എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ MC റോഡിൽ കൂടെ ഇട്ട് ഒരു റൗണ്ട് ഓടിച്ച് പിന്നെയും ആ ഇലക്ട്രീഷ്യൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, ഈ സാധനം ചത്ത് കിടക്കുമായിരുന്നു, വെയിറ്റിംഗ് കാണിക്കുന്നു. ലാസ്റ്റ് ഞാൻ അവിടെ ജോലിക്ക് നിൽക്കണ ഒരു ചേട്ടനോട് പറഞ്ഞു, ഇനി ഞാൻ പോവാം, എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ ഇന്നിപ്പോൾ മീറ്റർ ടെസ്റ്റ് ചെയ്യണില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് പോയി. അന്നേരം മീറ്റർ ഓടുന്നുണ്ടായില്ല. കാരണം എനിക്ക് മീറ്ററിൻ്റെ ടെസ്റ്റ് ചെയ്യാണ്ട് എനിക്ക് മെയിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മീറ്ററിൻ്റെ പേപ്പർ ഇല്ലല്ലോ.
ഞങ്ങൾ മെക്കാനിക്കിൻ്റെ അടുത്ത് ചെന്ന് വണ്ടിയുടെ ക്ലച്ചൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എല്ലാം എടുത്തു. ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എനിക്ക് മാർക്കറ്റിലേക്ക് ഒരു ഓട്ടം വന്നു. വരിക എന്ന് പറഞ്ഞാൽ അത് കോളിംഗ് ഓട്ടമാണ്. ആ കോളിംഗ് ഓട്ടം ഞാൻ ഏറ്റെടുത്തു. കാരണം മീറ്ററിൻ്റെ ടെസ്റ്റ് അപ്പോഴും ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊക്കെ സമയം 9:30 ആയി. എനിക്ക് 8:30 മുതൽ 10 മണി അല്ലെങ്കിൽ 10:30 വരെയാണ് സമയമുള്ളൂ. അന്നേരം ഒന്നും മീറ്റർ വർക്കാവണില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മാർക്കറ്റിലേക്കുള്ള ഓട്ടം പിടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് മെക്കാനിക്കിൻ്റെ അവിടെ നിന്നും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത് ഇടപ്പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ്. 3 ലൈവും ഇടപ്പള്ളി സൈഡിൽ നിന്നാണല്ലോ ഇട്ടത്. അത് അവൻ എൻ്റെ അടുത്ത് 11 മണിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സത്യസന്ധമായി പറയുകയാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ ചെന്നു. എപ്പോഴാണ് ചെന്നതെന്നുള്ള കാര്യം ഇപ്പം പറയാം, വെയിറ്റ് ആൻഡ് സീ. അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങളൊന്ന് ഫിനിഷ് ചെയ്യണം. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്നും എടുത്ത് ഓരോരോ സ്ഥലങ്ങളിൽ കയറി, ഓരോരോ കടകളിൽ കയറി സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പമ്പിൽ വന്ന് ഡീസൽ അടിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇറക്കാനുണ്ടായി. അത് ഇറക്കി കഴിഞ്ഞ് അഖിലിനെ വളയഞ്ചിറങ്ങര അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയപ്പോൾ ടൈം 11:45 അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളി തുടങ്ങി, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിതിപ്പോൾ വരും, ഇപ്പം എത്തും, ഇപ്പോൾ തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്ത് അവനെ കൊണ്ടുപോയി വിട്ട് 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നത് 12 മണിക്ക്. എന്താ കഥ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും അവനെ വിളിച്ചുകൊണ്ട് അവനും അവൻ്റെ അമ്മയും അവൻ്റെ ഒരു വാവയും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഇടപ്പള്ളിയിൽ 1:10 വന്നു. അവന് പുറത്തേക്ക് പോകാനുള്ളതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് വർക്കും അത് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ അതിൻ്റെ അങ്ങോട്ട് പോയിപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടിയിൽ നിന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഒരു ബാഗ് എൻ്റെ വണ്ടിയിലിരിക്കണ്ടായി. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാനിങ്ങനെ 2 മണി കഴിഞ്ഞിട്ടും ഇങ്ങനെ വണ്ടിയിൽ തന്നെ നിന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് പള്ളിയിൽ പോയി മെഴുകുതിരിയും കത്തിച്ചു. പിന്നെയും വണ്ടിയിൽ പോസ്റ്റായി കുറച്ച് നേരം നിന്നു. അന്നേരം ഒന്നും അല്ലാട്ടോ ഞാൻ ആ ലൈവ് ഇട്ടേ. ഞാൻ ഫസ്റ്റ് ലൈവ് ഇട്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചെന്ന് 1:10 തൊട്ട് പോസ്റ്റായ സമയത്താണ് ആദ്യത്തെ ഒരു ലൈവ് ഇട്ടത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്ന് പോസ്റ്റ് ആയപ്പോഴൊന്നും ഞാൻ ലൈവ് ഇട്ടില്ല. പിന്നെ അവൻ വന്നപ്പോൾ ഒരു 3 മണി 3:30 അങ്ങോട്ടായിരുന്നു തോന്നുന്നു. നിന്ന് അവൻ പറഞ്ഞു നമ്മുടെ MG റോഡിൽ പോകണം എന്ന് പറഞ്ഞ് എന്താ പറയുക, അവൻ പറഞ്ഞ ആ സ്ഥലത്തും പോയി. അവിടെ പോനിക്കര ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, സാറൊക്കെ ആയിട്ട് സംസാരിച്ച് നിന്നു. പിന്നെ അവനൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ ഓൾറെഡി കഴിച്ചതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോയില്ല. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവൻ വന്നപ്പോൾ 5 മണിയുടെയൊക്കെ അടുത്തായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്നപ്പോൾ 5:30. പിന്നെ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലോക്ക് കിട്ടുമോ എന്നായിരുന്നു. ആ 5:30 വലിയ ബ്ലോക്കൊന്നും ഇതുവരെ അങ്ങനെ ഇടപ്പള്ളി സൈഡിൽ ഉണ്ടായിട്ടില്ല. അത് കാരണം വലിയ ബ്ലോക്ക് ഞങ്ങൾക്കും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്നും വന്ന് അവൻ്റെ വീട്ടിലാക്കിയപ്പോഴേക്കും ഒരു 6:45 അടുത്തായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ പോയി. പക്ഷേ സ്റ്റാൻഡിൽ വണ്ടി കിട്ടില്ല. ഞാൻ നേരെ ഒരു കടയിൽ കയറി സംസാരിച്ച് അവിടെ നിന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങിലേക്ക് പോന്നു. പക്ഷെ പറഞ്ഞു വന്ന കാര്യം ഞാൻ ഇപ്പോഴും ഇതിൽ പറഞ്ഞില്ല, മീറ്ററിൻ്റെ കാര്യം. ഇനി മീറ്ററിൻ്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നും ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ, അതായത് സ്റ്റാൻഡിൽ നിന്നും ഞാൻ മീറ്റർ ഓൺ ചെയ്തിട്ട് ഇവിടെ നിന്നും ഇടപ്പള്ളിയിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് വന്ന് 68 കിലോമീറ്റർ കറക്റ്റായിട്ട് മീറ്ററിൽ വർക്കായി. ഓടുന്ന കിലോമീറ്ററും പോയിൻറ്റും എന്താ പറയുക, ഈ സൈഡിൽ കാണിക്കുന്ന പോയിൻറ്റും എല്ലാം കാണിച്ച് കിലോമീറ്ററും കറക്റ്റായി, തുകയും കറക്റ്റായി, മീറ്ററിന് ഒരു കുഴപ്പവും കാണിക്കാണ്ട് കിട്ടി. ഞാനും അഖിലും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ടൈമിൽ അല്ലപ്ര വെച്ച് വെറുതെ അഖില് മീറ്ററിലേക്ക് നോക്കിയപ്പോഴും മീറ്റർ വർക്കായി. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയതൊക്കെ. അന്നേരം ഒന്നും മീറ്ററിന് ഒരു കുഴപ്പമില്ല. എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ, മീറ്റർ ടെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ എന്നെക്കൊണ്ട് മീറ്റർ ടെസ്റ്റ് ചെയ്യിക്കില്ല എന്നുള്ള ശബ്ദം നമ്മുടെ ഈ കാലം മാടൻ മീറ്റർ എടുത്തത് കൊണ്ടാണോ എൻ്റെ മീറ്റർ ടെസ്റ്റ് ക്യാൻസൽ ആയി പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മീറ്റർ ഇന്നും രാവിലെ ഞാൻ മീറ്റർ റീസ്റ്റാർട്ട് ചെയ്തു, കറക്റ്റായിട്ട് കാണിച്ചു, ഒരു കംപ്ലൈൻറ്റും കാണിക്കുന്നില്ല. ഇപ്പോഴും ഞാനൊരു ഓട്ടം പോയി, ആ സമയത്ത് മീറ്റർ ഇട്ടു, ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. ഈ മീറ്റർ എന്തുകൊണ്ടാണ് ഇന്നലെ ടെസ്റ്റിൻ്റെ ദിവസം വർക്കായില്ല? അതാണ് എൻ്റെ ചോദ്യചിഹ്നം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ
ഈ കാലമാടൻ മീറ്റർ കാരണം എൻ്റെ ഒരു ടെസ്റ്റും മുടങ്ങി. ഇനി ഞാൻ മീറ്റർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. വലിയ എമൗണ്ട് ഒന്നുമില്ല, വില നിസ്സാര 200 അല്ലെങ്കിൽ 250 രൂപയൊക്കെ ഫൈൻ അടച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ മീറ്റർ തന്നെ ടെസ്റ്റ് ചെയ്തെടുത്ത് എൻ്റെ മെയിൻ ടെസ്റ്റായ വണ്ടി ടെസ്റ്റ് ചെയ്യും. അല്ല വില 500-700 പറയുകയാണെങ്കിൽ ഞാൻ ഈ മീറ്റർ വേണ്ടാന്ന് വയ്ക്കും. പുത്തൻ മീറ്റർ മേടിച്ച് മീറ്ററിൻ്റെ തന്നെ വയറും അടിച്ച് ആ മീറ്റർ പുതിയതാണ് 60 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ പോലും ഞാൻ ആ മീറ്റർ മേടിച്ചിട്ട് 1 അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ മീറ്റർ ടെസ്റ്റ് ചെയ്യും. ഇനി അതിനൊരു മാറ്റമില്ല പുതിയത് മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് എടുക്കും. ഈ കാലമാടനെ വണ്ടീനെ ഞാനൊന്നും പറയില്ല, ഈ മീറ്ററിനെ മാത്രം, ഈ മീറ്ററിനെയാണ് ഞാൻ പറയുകയുള്ളൂ. എൻ്റെ ഒരു ഇന്നലത്തെ നല്ല ദിവസം കളഞ്ഞൊരു ചതിയനായ. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് വരും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.